നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് NCC ലിമിറ്റഡ്. NCC 173 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്കിലോ 170, 52 വീക്ക് ഹൈ 326. NCC ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഡൈവേഴ്സിഫൈഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. NCCക്ക് അസം ഗവൺമെൻറ്റിൽ നിന്നും 2063 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ഈ അപ്ഡേറ്റ് മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. NCCക്ക് ഗോട്ടി മെഡിക്കൽ കോളേജിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം 2063 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ക്വാർട്ടർ 2 റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമായതുകൊണ്ട് സ്റ്റോക്ക് ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡിൽ തന്നെയാണ്. ക്വാർട്ടർ 2 റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ 12% ഇടിയുകയും പ്രോഫിറ്റ് 5% ഇടിഞ്ഞ് 175 കോടിയിൽ നിന്നും 167 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റയിൽ 11% ഇടിവും നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 71,957 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്കുണ്ട്. ഇതിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക്കൽ, വാട്ടർ ആൻഡ് റെയിൽവേ തുടങ്ങിയ വിവിധ സെക്ടറുകളിൽ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. 24%, 21%, 11% എന്നീ ക്രമത്തിലാണ് വാട്ടർ, റെയിൽവേ തുടങ്ങിയ സെക്ടറുകളിൽ കമ്പനിക്ക് ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ രേഖ ജുൻജുൻവാലയ്ക്ക് NCCയുടെ 10.63% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം റീസെൻ്റ്ലി സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ്. 2024 ജൂൺ മാസത്തിൽ സ്റ്റോക്ക് ഏകദേശം ഓൾ ടൈം ഹൈ ആയ 350 വരെ ഉയർന്നിരുന്നു. അവിടെ നിന്നും 2025 സ്റ്റോക്ക് 37% ക്രാഷായി 52 വീക്ക് ലോയ്ക്കടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്തായിട്ടാണ്. കൂടാതെ സ്റ്റോക്കിൽ അത്ര വലിയ പോസിറ്റീവ് മൊമെൻറ്റവും കാണുന്നില്ല. രണ്ടാമത്തേത് കാപ്പിലറി ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 15% ഉയരുകയും 721 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സ്റ്റോക്ക് 2025 നവംബർ 21 മാർക്കറ്റ് ലിസ്റ്റഡായ ഒരു കമ്പനിയാണ്. 5.39 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 280 ആണ്. ഉയർന്ന വാല്യൂഷനുള്ള കാപ്പിലറി ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രമുഖ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ മിറായി അസറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ 45 ലക്ഷം, അതായത് 0.94% സ്റ്റേക്കുകൾ ഇന്ന് അക്വയർ ചെയ്യുകയും കാപ്പിലറി ടെക്നോളജിയിലുള്ള മിറായി അസറ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.83% നിന്നും 5.77% ഉയർത്തുകയും ചെയ്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ കാപ്പിലറി ടെക് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. IPOയ്ക്ക് ശേഷം സ്റ്റോക്ക് 3% ഇടിയുകയും 560 രൂപ വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്കിൽ ശക്തമായ റിക്കവറി വരികയും ബോട്ടം ലെവലിൽ നിന്നും സ്റ്റോക്ക് ഏകദേശം 17% ഉയരുകയും ചെയ്തു. കാപ്പിലറി ടെക്കിൻ്റെ പ്രൊമോട്ടേഴ്സിന് 82%, FIസിന് 22%, DIസിന് 14%, പബ്ലിക്കിന് 11%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് 5% ഉയരുകയും അപ്പർ സർക്യൂട്ടിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്ത ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോസിസ്റ്റം. 272 രൂപ സ്റ്റോക്കിൻ്റെ വില. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. വാല്യൂഷൻ 110. 52 വീക്കിലോ 92, 52 വീക്ക് ഹൈ 384. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടറിലെ കമ്പനിക്ക് DRDOയിൽ നിന്നും 5.7 കോടി രൂപയുടെയും മറ്റൊരു പ്രൈവറ്റ് ഫിമിൽ നിന്നും 21 കോടി രൂപയുടെയും ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇന്ന് ഏകദേശം 27 കോടി രൂപയുടെ ഫ്രഷ് ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. കൂടാതെ അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനി ഐഡിയൽ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുകയും കമ്പനിയെ സബ്സിഡറി കമ്പനിയാക്കി മാറ്റുകയും ചെയ്തു. ഇതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റുകളാണ്. ഈ പോസിറ്റീവ് അപ്ഡേറ്റുകളുടെ ഇമ്പാക്റ്റാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതിഫലിച്ചത്. അതേസമയം സ്റ്റോക്ക് ഇപ്പോഴും 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഒരു സമയത്ത് 350 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 272 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. 250 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. 250 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 220, 210 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്